പശ്ചിമേഷ്യയിൽ യുദ്ധ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടയിൽ ഗസയുടെ 70% ഭാഗവും തങ്ങളുടെ സൈനിക നിയന്ത്രണത്തിലാക്കാൻ പദ്ധതിയിടുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ഗസയിലെ ഭൂരിഭാഗം ജനങ്ങളെയും ഇതിനോടകം തന്നെ അഭയാർത്ഥികളാക്കി മാറ്റിയ യുദ്ധത്തെ കൂടുതൽ വഷളാക്കുന്നതാണ് ഇസ്രായേലിന്റെ ഈ പുതിയ നീക്കം. വ്യാഴാഴ്ച ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നടന്ന ഒരു കോൺഫറൻസിൽ സംസാരിക്കവേ ഫലസ്തീൻ പ്രദേശത്തിന്മേൽ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ പിടി ക്രമേണ ശക്തമാക്കുകയാണെന്നും ഹമാസിനെതിരെ സൈനിക നടപടികൾ കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഗസയുടെ 60% പ്രദേശത്തുമുണ്ട്. മുൻപ് ഇത് 50% അവിടെ നിന്നാണ് ഞങ്ങൾ 60-ലേക്ക് എത്തിയത്, നെതന്യാഹു പറഞ്ഞു. ഘട്ടം ഘട്ടമായി മുന്നേറാനാണ് ഞാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആദ്യഘട്ടമായി അത് 70% ആക്കുക എന്നതാണ് ലക്ഷ്യം. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. നെതന്യാഹു പ്രസംഗിക്കുന്നതിനിടയിൽ ഗസ മുഴുവൻ ഇസ്രായേൽ പിടിച്ചെടുക്കണമെന്ന് സദസ്സിലിരുന്നവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആയുധങ്ങൾ താഴെ വയ്ക്കാൻ ഹമാസ് തയ്യാറാവുക, ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടത്തെ ചൊല്ലിയുള്ള പരോക്ഷ ചർച്ചകളിൽ ഇസ്രായേലും ഹമാസും ഇപ്പോഴും വഴിമുട്ടി നിൽക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഗസയുടെ പകുതിയിലധികം ഭാഗവും ഇപ്പോഴും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. തീരദേശത്തെ ഒരു ചെറിയ പ്രദേശം മാത്രമാണ് ഹമാസിന്റെ കൈവശമുള്ളത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 900-ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഏപ്രിൽ അവസാനത്തിൽ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾക്ക് ഇസ്രായേൽ സൈന്യം നൽകിയ ഭൂപടങ്ങൾ പ്രകാരം ഗസയുടെ 64% ഭാഗം ഇതിനോടകം തന്നെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഇസ്രായേൽ തങ്ങളുടെ അധിനിവേശം ഇനിയും വ്യാപിപ്പിച്ചാൽ തകർന്നടിഞ്ഞ ഈ തീരദേശത്തെ അതിലും ചെറിയൊരു പ്രദേശത്തേക്ക് 20 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികൾ ചുരുങ്ങേണ്ടി വരും. മാസങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും കരയുദ്ധങ്ങൾക്കും ഒടുവിൽ ഗസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ തന്നെ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുകയാണ്. 2025 ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം ഗസയുടെ 53% വരുന്ന യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന സൈനിക അതിർത്തിയിലേക്ക് പിന്മാറിയിരുന്നു. എന്നാൽ ഇസ്രായേൽ ഈ അതിർത്തി രേഖ രഹസ്യമായി ഗസയുടെ ഉള്ളിലേക്ക് മാറ്റുകയാണെന്ന് ഈ ആഴ്ച ആദ്യം ഹമാസ് ആരോപിച്ചിരുന്നു. ഇസ്രായേലിന്റെ ഈ നീക്കം വെടിനിർത്തൽ കരാറിനെ പരസ്യമായി ലംഘിക്കുന്നതാണെന്നും ശക്തി ഉപയോഗിച്ച് പുതിയ അതിരുകൾ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും ഫലസ്തീൻ സംഘടന കുറ്റപ്പെടുത്തി. സൈനിക നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നത് സമാധാന ശ്രമങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തകർക്കുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഹമാസിനെ ദുർബലപ്പെടുത്താനും ഭാവിയിലെ ആക്രമണങ്ങൾ തടയാനും സൈനിക സമ്മർദ്ദം അത്യാവശ്യമാണെന്നാണ് ഇസ്രായേൽ സർക്കാരിന്റെ വാദം. ഇതിനിടയിൽ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നടപടികളും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച തെക്കൻ ലെബനന്റെ വലിയൊരു പ്രദേശം യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച ഇസ്രായേൽ സൈന്യം അവിടുത്തെ താമസക്കാരോട് സഹ്റാനി നദിക്ക് വടക്കോട്ട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ വടക്കോട്ടുള്ള വലിയൊരു പ്രദേശത്തെയാണ് ഈ മുന്നറിയിപ്പ് ബാധിക്കുന്നത്. ഈ മേഖലയിലുള്ള ഹിസ്ബുള്ള പോരാളികൾക്കും അവരുടെ താവളങ്ങൾക്കും എതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കഴിഞ്ഞ ഏപ്രിലിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ലെബനന്റെ തെക്കൻ കിഴക്കൻ മേഖലകളിൽ ഇസ്രായേൽ 120-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ ഒഴിഞ്ഞുപോക്ക് നിർദ്ദേശം വന്നിരിക്കുന്നത്.